ആൾക്കാർ സെറ്റാണല്ലോ ഓൾറെഡി. ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് നാളായി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്ത ഒരു കാര്യം ചെയ്യാനാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഇടയിലാണത് അപ്രതീക്ഷിതമായി സനി വേറൊരു പ്ലാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഇൻട്രോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇൻട്രോ വീഡിയോ എടുക്കുമ്പോൾ ഒരിക്കലും നന്നാവാറില്ല. പക്ഷേ അതൊക്കെ പോട്ടെ, ഞാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗിൻ്റെ കാര്യം പറയാം. എൻ്റെ മെയിൻ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നെതർലാൻഡ്സിൽ വന്നിട്ട് ഒരു 10-13 വർഷമായല്ലോ. അപ്പോൾ ഞാൻ ഇതുവരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മീൽ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറേ നാളായി വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ. അതായിരുന്നു എൻ്റെ മെയിൻ ഐഡിയ ഓഫ് ദ വ്ളോഗ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സനി എന്നോട് വന്ന് പറഞ്ഞു, സനിക്കൊരു ടെസ്റ്റ് ഡ്രൈവിന് പോകണം. നമ്മുടെ കാറ്, അതായത് നമ്മുടെ ഫാമിലി കാറ്, സനിയുടെ കാറെന്ന് ഞാൻ പറയും. ആ കാറ് ഏകദേശം കുറേ നാളായി നമ്മൾ വാങ്ങിച്ചിട്ട്. നമ്മളെപ്പോഴും ഫാമിലിയായിട്ട് ട്രിപ്പൊക്കെ പോകുന്നത് കാറിലാണ്. മോസ്റ്റ്ലി നമ്മൾ റോഡ് ട്രിപ്പാണ് പോകാറുള്ളത്. അപ്പോൾ ഈ കാറ് ഒരുപാട് കുറച്ച് പഴകി, പിന്നെ നമുക്ക് 5 പേർക്കും കൂടി പോകാനുള്ളൊരു സൗകര്യം, എക്സ്പെഷ്യലി കിഡ്സിന് ബാക്കിലിരുന്ന് പോകാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു വേറൊരു കാറ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സനി BYDയിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ ടെസ്റ്റ് ഡ്രൈവിന് വന്നേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മെയിൻ പ്ലാനായ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മീലിൽ നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകും. BYD CLU എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വന്നേക്കുന്നത്. എനിക്ക് കാറിനെ കുറിച്ച് അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനൊന്നും അറിയില്ല. ഞാൻ ഇരിക്കുന്നതിൻ്റെ കാറിൻ്റെ കംഫർട്ടബിളും ആ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ നോക്കിയപ്പോൾ ബാക്കിൽ കിഡ്സിന് ഇരിക്കാൻ വേണ്ടി നല്ല സ്പേസ് ഉണ്ട്, ഇതിൻ്റെ ബൂട്ടിന് നല്ല സ്പേസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ നോക്കുക. പക്ഷേ ഇതിനുള്ള ആധികാരികമായ കാര്യങ്ങളൊക്കെ സനിക്കാണ് അറിയത്തുള്ളൂ. ഇങ്ങനെ കാറിൻ്റെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെയുള്ള പല പല ഷോട്ടുകളൊക്കെ ഞാൻ എടുത്തു. നിങ്ങൾക്ക് കാറ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണാം. പക്ഷെ നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഒപ്പം റിജിയും അച്ചും വേദും ആമിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എങ്ങോട്ട് നീക്കണം? ഫ്രണ്ടിലോട്ട് പൊങ്ങനൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ. ഇത് ഫ്രണ്ടിലേക്ക് ഞാൻ ആദ്യം കയറിയിട്ട് കാലൊക്കെ നമുക്ക് പോവാം. ടെസ്റ്റ് ഡ്രൈവിന് പോവാം. ടെസ്റ്റ് ഡ്രൈവിന് പോവാം. വണ്ടി ഓടിച്ചു വെക്കാൻ പോകാം. ഇഷ്ടമായി വാങ്ങാൻ? മുകളിൽ മാറ്റാൻ പറ്റുന്ന അല്ല, നമ്മളിത് ടെസ്റ്റ് ഡ്രൈവിന് വന്നതാണ്, ഓടിച്ചു നോക്കാൻ വേണ്ടിട്ട്. അത് നമ്മൾ വാങ്ങിച്ചാലല്ലേ ഉള്ളൂ. എന്താ വാവേ? ബ്ലാക്കോ? മേളില് ബ്ലാക്കോ? നിങ്ങൾ റെഡിയാണോ? അമ്മ ഓടിക്കാൻ പോവാണ്. വഴി പറഞ്ഞോട്ടോ. ഈ ലെഫ്റ്റ് അല്ല. മനസ്സിലുള്ളൊരു വിചാരമായിരുന്നു എനിക്ക് വലിയ വണ്ടികളൊന്നും ഓടിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ വെറുതെ എൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ മാത്രമാണ്. നമ്മളങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് കാറിന്റെ അഭിപ്രായം എന്ന് പറയാൻ അറിയാൻ പറ്റില്ല. സനി പറയൂ, എന്താണ് സനിയുടെ അഭിപ്രായം കാറിന്റെ? നല്ല വണ്ടിയായിരുന്നു. പിന്നെ കംഫർട്ടാണ്. പിന്നെ നല്ല
സ്പോട്ടിയാണ്. മനസ്സിലായല്ലോ അല്ലേ? വണ്ടി ഓടിക്കുമ്പോൾ നല്ല പുള്ളിങ് ഉണ്ട്, സ്പോട്ടിയാണ്. സ്പേസ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവർക്ക് 3 പേർക്കും ബാക്കിൽ നന്നായിട്ടിരിക്കണം, നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കണം. അതാ വണ്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇനിയും 1-2 വണ്ടികളും കൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം, എന്നിട്ടാണ് നമുക്കൊരു ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതെന്തായാലും നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഓടിച്ചിട്ട് ഇഷ്ടമായി. നല്ല കയ്യിൽ ഒതുങ്ങുന്നുണ്ട് വണ്ടി, നന്നായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് എന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങിയതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഫുഡ് കഴിക്കലൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. പിന്നെ കണ്ടതൊരു മെഗ്ഡി, പിന്നൊന്നും നോക്കിയില്ല. അവിടെ കയറി നമ്മൾ ഫുഡെല്ലാം അടിച്ചു. ഫുഡൊക്കെ അടിച്ച ശേഷം കിഡ്സിനെ എല്ലാം നമ്മൾ ദീപ്സിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഞാനും സനിയും കൂടി നമ്മുടെ ബഡ്ജറ്റ് ഷോപ്പിങ്ങിന് വേണ്ടി ആൽഡിയിലെത്തി. 5 യൂറോ കൊണ്ട് 5 പേർക്കൊരു ഡിന്നർ, അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പ്ലാന്. അപ്പോൾ വെറും എന്തെങ്കിലും ഒരു ഡിന്നറല്ല, ഒരു ന്യൂട്രീഷ്യസ് ആയിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫുഡ്. ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് കാർബ്സ് വേണം, പ്രോട്ടീൻ വേണം, ഫൈബർ വേണം. അതാണ് എൻ്റെ ഇന്നത്തെ പ്ലാന്. പക്ഷേ നമുക്ക് നോക്കാം എന്താവുമെന്ന്. നെതർലാൻഡ്സിൽ പല സൂപ്പർ മാർക്കറ്റ്സിലുണ്ടെങ്കിലും അതിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസ് കുറഞ്ഞത് ആൽഡിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആൽഡിയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചത്. ഞാൻ പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പാസ്തയുടെ സാധനങ്ങൾ നമുക്ക് നോക്കാം. 95, 93 ആണ്. ഏതെടുക്കണ്ടേ? പെന്നെ എടുക്കണോ? ഏതെടുക്കണ്ടേ? പെന്നെ എടുക്കണോ, സ്പെഗറ്റി എടുക്കണോ? ഇതാണ്, ഇതിന് 169 ആണ്. അത് പറ്റില്ലായിരിക്കും ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. 169 നമ്മളിപ്പോൾ അത്ര റിച്ച് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല. മൊസറല്ലയ്ക്ക് 89 ആണ്. അപ്പം ഗ്ലാസ് നോക്കാം, അത് നോക്കി കഴിഞ്ഞിട്ട്. ഇപ്പം എത്രയും നോക്കിയാൽ അങ്ങനെ ആൽഡി ഒരു 3-4 വട്ടം ഞാൻ കറങ്ങി നടന്ന് പാസ്തയ്ക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും വാങ്ങിച്ചു. നമുക്ക് ഈ മൊസറല്ല ചീസ് എടുക്കാം കേട്ടോ. ഇതിന് 89 സെൻസ് ആണ്. നമ്മൾ നമ്മുടെ കാർബ്സ് എടുത്തു, പ്രോട്ടീൻ എടുത്തു. ഇനി നമുക്ക് എടുക്കാനുള്ളത് മെയിനായിട്ട് നമ്മുടെ ഫൈബറാണ്. അപ്പോൾ ഫൈബർ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ബ്രൊക്കോളിയാണ്. കാര്യം നമ്മൾ 5 യൂറോയിൽ നമുക്കിനി 1 യൂറോ 62 സെൻസ് ബാക്കിയുണ്ട്. ഇതിന് 1 യൂറോ 49 സെൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഫൈബർ സംഭവം ഞങ്ങളോട് വാങ്ങിച്ചിരിക്കും. ഡിന്നർ ഫോർ 5 യൂറോ സക്സസ്ഫുള്ളി ഞാൻ ചെയ്തു. നമുക്ക് ടോട്ടലായത് 4 യൂറോ 67 സെൻസ് ആണ്. എൻ്റെ ഇനി 35 സെൻസ് ബാക്കിയുണ്ട്. 5 യൂറോന് 5 പേർക്കുള്ള ഡിന്നറൊക്കെ വാങ്ങിച്ച ആ സന്തോഷത്തിൽ ഞാൻ കുട്ടികളെയൊക്കെ കൂട്ടി നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ കണ്ട കാഴ്ച, വീടിന് മുന്നിൽ ഒരു ഐസ്ക്രീം ട്രക്ക്. അപ്പോൾ പിന്നെ പറയണ കാര്യമുണ്ടോ? അവിടെ ഞാൻ ലാഭിച്ച 5 യൂറോൻ്റെ ഇരട്ടി ഞാൻ ഈ ഐസ്ക്രീം കടക്കാരന് കൊടുക്കേണ്ട വന്നു. അങ്ങനെ ഒരു സമാധാനമൊക്കെ കിട്ടി നേരെ ഇന്നത്തെ ഡിന്നർ പരിപാടിയിലേക്ക് കടന്നു. നമ്മുടെ ഇന്നത്തെ ഡിന്നർ വേറൊന്നുമല്ല, നമ്മുടെ പാസ്ത തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ബ്രോക്കോളി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മാക്സിമം 5 മിനിറ്റ്സ് ആണ് കുക്ക് ചെയ്യാൻ പാടുള്ളൂ, ഒരുപാട് സോഫ്റ്റ് ആവരുത്. അതേപോലെ തന്നെ പാസ്തയും ഒന്ന് കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെക്കുക. പാസ്ത കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് സോൾട്ടും ഒലീവ് ഓയിലും കൂടി ആഡ് ചെയ്യാറുണ്ട്. അതിനുശേഷം ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യുക, മറ്റേ വൈറ്റ് ബീൻസ് ആഡ് ചെയ്യുക, ഒന്ന് കുക്ക് ചെയ്യുക. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബ്രോക്കോളി ആഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മുടെ പാസ്ത സോസ് റെഡിയാണ്. ഇനിയിപ്പോൾ സ്പെഗറ്റി എടുക്കുക, അതിൻ്റെ മുകളിൽ ഈ സോസ് സെർവ് ചെയ്യാം. പിന്നെ മൊസറല്ല ചീസ് ഇടുക. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. എങ്ങനെയുണ്ട് സനി? അല്ലേ? ഡിന്നറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാന്ന് നടക്കാൻ പോകാമെന്ന്. ഇന്ന് നല്ല വെതറായിരുന്നു, നല്ല സണ്ണി ആയിരുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് നല്ലൊരു ലേക്ക് ഉണ്ട്, അപ്പോൾ അതിന് ചുറ്റും നടക്കാൻ നല്ല ഭംഗിയാണ്. എന്നാൽ നമുക്ക് നടക്കാൻ പോകാമെന്നിങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ സനി പറഞ്ഞു നടക്കണ്ട, സൈക്കിളിൽ പോകാമെന്ന്. അങ്ങനെ കുറേ നാളുകളായിട്ട് എൻ്റെ സൈക്കിൾ അവിടെ അനങ്ങാണ്ട് തുരുമ്പ് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സനി പറഞ്ഞു എന്നാൽ സൈക്കിളിന് പോകണം എന്ന് തന്നെ പറഞ്ഞിട്ട് അതിപ്പോൾ അതിൻ്റെതാ തുരുമ്പും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് സൈക്കിൾ ഓട്ടാൻ വേണ്ടി തീരെ താല്പര്യമില്ല. ബ്രേക്കൊക്കെ ഉണ്ടോ? പക്ഷേ ബ്രേക്ക് ശരിയാക്കേണ്ടത് നിനക്കറിയാമോ?
സനി ഇതിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഹൈറ്റ് കൂടിയതാണോ? ബ്രേക്കില്ല. സനിന് ഹൈറ്റും ഇല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ വീഴാൻ വേണ്ടിട്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നത്? വീരാണോ? അമ്മയ്ക്ക് അച്ഛനും അമ്മ വീട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ട്. എനിക്ക് നല്ല സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് സനി ഒട്ടും ബ്രേക്കില്ല കേട്ടോ. ബ്രേക്ക് ഞാൻ കുറേ ബ്രേക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നാടകമൊക്കെ അഭിനയിച്ച് നോക്കിയെങ്കിലും സനി കേട്ടില്ല. സനി സൈക്കിളിന് എന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 5 പേരും കൂടി സൈക്കിളിൽ ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര്യനെ സനിയുടെ സൈക്കിളിൽ വെച്ചു. നേത്തനും ഡാനിയും അവരുടെ സൈക്കിളിൽ, ഞാൻ അവരുടെ പുറകിലാണ് ഞാൻ എൻ്റെ സൈക്കിളിൽ ചവിട്ടി പോകുന്നത്. കുറച്ച് നാളായതുകൊണ്ട് എനിക്ക് സൈക്കിളിൽ ചവിട്ടാൻ ചെറിയൊരു പേടി പോലെ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ലേക്ക്. ഈ വൈകുന്നേരങ്ങളിൽ നല്ല ഭംഗിയാണ് ഇവിടെ. ഒരുപാട് ആൾക്കാർ നടക്കാൻ വരും, ഡോഗ്സിനെ കൊണ്ട് വരും, ഓടാൻ വേണ്ടി പോകും. പിന്നെ ചില ബൂട്ട് ക്യാമ്പുകളിലൂടെ നടക്കാറുണ്ട്. മറ്റേ ഔട്ട്ഡോർ ജിമ്മുണ്ട്, ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഈ ലേക്കിന് ചുറ്റും ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. സമ്മറിലൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും ഇവിടെ, ഒരുപാട് ആൾക്കാർ വരും. ഞാൻ ചിലപ്പോഴെങ്കിലും ചില ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് തന്നെ ഇതിൽ നടക്കാൻ വേണ്ടി പോകാറുണ്ട്, എസ്പെഷ്യലി സൺസെറ്റ് സമയത്ത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ടിൽ വി മീറ്റ് അഗെയിൻ, കൊച്ചിക്കാരി സൈനിങ് ഓഫ്. ബൈ ബൈ.